അപ്പം ഞാൻ പിന്നെ ഇങ്ങനത്തെ കമൻറ്റുകൾ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടനോട് ചേട്ടാ അത് കണ്ടോ ഇത് കണ്ടോ അതിന് ഇടി നീ എന്തിനാന്ന് നോക്കാൻ പോണേ അത് അവരുടെ വീട്ടിൽ ഓരോ ആൾക്കാർ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതാണ് ഇടുന്നത് എന്ന് അങ്ങനെ എന്നെ പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കും. പുള്ളിക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ പ്രശ്നമുള്ള കാര്യം എന്നല്ല, ഇപ്പം ഇത്രയും ഒരു അവസ്ഥ ഭയങ്കര മോശമാണ് പുള്ളിയുടെ. എന്ന് വെച്ചാൽ ഞാൻ കാണുമ്പോൾ തുടങ്ങിയ പുള്ളിക്ക് ശ്വാസം മുട്ടലുണ്ട്. അത് ഓരോ വർഷം കഴിയുമ്പോഴത്തേനും അത് കൂടി ആസ്മ കൂടി വരികയാണ്. അപ്പം അത്രയും ഉള്ളൊരു അസുഖമുള്ള ഒരാളെ ഈ ആൾക്കാർ പറയും പൊടി പറ്റത്തില്ല പുള്ളിക്ക്, ചില ഫുഡുകൾ പുള്ളിക്ക് പറ്റത്തില്ല, പുള്ളിക്ക് അതുപോലെ തണുപ്പ് അധികം ഓവർ തണുപ്പ് ആൾക്ക് പറ്റത്തില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പുള്ളിനെ ഞാൻ ഏത് ജോലിക്കാണ് കൊണ്ടുവിടുക? അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിന് കൈക്കെല്ലില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും എനിക്കതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ ഹസ്ബൻഡിന് കഴിവുള്ളവനാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ പറയുന്നതിൽ അതിന് അപ്പുറമൊന്നുമില്ല. ഒരാണ് സൂപ്പറാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് പറയണം, അല്ലെങ്കിൽ ഇവള് സൂപ്പറാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ നോക്കുന്ന ഒരു ഹസ്ബൻഡോ കഴുത്തെ താലി കെട്ടിയ ഒരു ഹസ്ബൻഡിന് പറയാൻ പറ്റത്തില്ലേ? അവർ കൊടുക്കുന്ന ഉറപ്പിൽ പരമൊന്നുമില്ല, നാട്ടുകാർ പറയുന്നതാണോ? ഇപ്പം കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണെങ്കിൽ കുട്ടിയുടെ ഹസ്ബൻഡ് മോള് സൂപ്പറാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടത്തില്ല. അത്ര തന്നെ ഉള്ളൂ. അതെനിക്ക് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് നല്ലപോലെ ഉണ്ട്. കിട്ടിയിട്ടുണ്ട്.